രൂപത്തിൽ പത്രപരസ്യമായി ഒന്നാം പേജിൽ കൊടുക്കാൻ PRDക്ക് ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല. അത് ഏത് കാലത്തായാലും. ഇതിന് മുമ്പ് 10 വർഷത്തിന് മുമ്പേ കോട്ടങ്ങൾ പറയാൻ PRDക്ക് അധികാരമില്ല. സർക്കാർ എന്നാൽ ഒരു തുടർച്ചയാണ്. അത് ഉമ്മൻചാണ്ടി സർക്കാർ അല്ലെങ്കിൽ പിണറായി സർക്കാർ എന്ന രൂപത്തിലല്ല PRDയെ സംബന്ധിച്ച്. സർക്കാർ എന്ന തുടർച്ചയാണ്. ആ തുടർച്ചയിൽ 10 വർഷം മുമ്പ് മോശമായതെന്ന് പറയാൻ പറ്റില്ല. നല്ല കാര്യങ്ങൾ പുകഴ്ത്തി പറയട്ടെ. മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ് എന്നുള്ള വിവരങ്ങളടക്കം കേരളം ഇരുട്ടിലായിരുന്ന 10 വർഷം എന്നടക്കം 5 വർഷം എന്നുള്ള അടക്കം പറഞ്ഞുകൊണ്ടൊരു ലേഖനം എഴുതി ഒരു എഡിറ്റോറിയൽ ഫ്രണ്ട് പേജ് കൊടുക്കായിരുന്നല്ലോ. മുഖ്യമന്ത്രിയുടെ പേരിൽ ലേഖനമായിട്ട് കൊടുക്കാമായിരുന്നല്ലോ. അപ്പൊ ഇതെന്തിനാണ് PRD കൊണ്ട് ചെയ്യിക്കുന്നത്? എന്തിനാണ് PRD കൊണ്ട് ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ ഒരു അധികാരമില്ല. നിങ്ങൾക്കെല്ലാം ആകാമെന്നുള്ള ധാർഷ്ട്യം പോയി കേസ് കൊടുക്കുക എന്നാണ് പറയുന്നത്. കേസ് കൊടുത്ത് 2 കേസുകൾ, അതായത് സന്ദേശത്തിന്റെ കേസും സർവേയുടെ കേസും ഒക്കെ തോറ്റല്ലോ, ഇത് തോക്കുമല്ലോ എന്നാണ് പറയുന്നത്. തെലങ്കാനയുടെ കഥ കൂടെ പറയേണ്ടി വരും, അത്രേ ഉള്ളൂ. തെലങ്കാന മറ്റേ അതിന് മുന്നത്തെ 5 വർഷങ്ങൾ മോശമായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അല്ല, ഇതിലേക്ക് വരാൻ അങ്ങനെ പറയാൻ പറ്റില്ല. മറ്റ് 5 വർഷം മോശമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ തെലങ്കാന? അങ്ങനെയെങ്കിൽ അത് പറയൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്തിനാണ് തെലങ്കാന സർക്കാർ കേരളത്തിൽ മലയാളത്തിൽ നടാടിയല്ല. ഒരു ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ് ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടി ഭരിക്കുന്ന സർക്കാർ 3 പ്രാവശ്യം കാർഡ് റേറ്റിൽ മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മതി. 3 പ്രാവശ്യം എങ്ങനെ ചെയ്യാൻ? 5 മിനിറ്റ് മുന്നേ വായിച്ചത് രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു PRD വകുപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് രാഷ്ട്രീയ കാര്യമല്ലേ തെലങ്കാന സർക്കാർ ചെയ്യുന്നത് കേരളത്തിൽ അല്ലേ? അപ്പൊ ഈ പറയുന്ന PRDക്ക് തെലങ്കാന കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയ്ക്ക് പാർട്ടിക്ക് കേരളത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് പരസ്യം അത് വേറൊരു നിയമവും, ഇത് കേരളത്തിലെ PRDക്ക് വേറൊരു നിയമം ഉണ്ടോ? PRDയുടെ ജോലി എന്താണ്? ഞാൻ മലയാളത്തിൽ അത് പറയാം. എന്റെ കാര്യം പറയാമോ? എന്റെ കാര്യം പറഞ്ഞു തുടങ്ങാവോ? പറഞ്ഞു തുടങ്ങട്ടെ. ഞാൻ പറഞ്ഞു തുടങ്ങാണേ. പറ്റിക്കലാണെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിയമപരമായും എന്റെ പോയിന്റ് ഇതാണ്, നിയമപരമായും ധാർമ്മികമായും രാഷ്ട്രീയമായും തെറ്റാണ് ഈ പരസ്യം.